വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെയായിരുന്നു ചെമ്പകമംഗലം അസംബ്ലി മുക്കിന് സമീപം വൃദ്ധയായ അംബികയുടെ 2 പവൻ വരുന്ന സ്വർണ്ണമാല കവർന്നത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് മാല കവർന്നത്. വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന അംബികയുടെ പിന്നാലെയെത്തിയാണ് മാല കവർന്നത്. ഇതിനായി ബൈക്കിലെത്തിയ സംഘം വളരെ നേരം വഴിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. പരിസരത്ത് ആളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു സംഘം മാല പൊട്ടിച്ചത്. അംബിക പിന്നാലെ ഓടിയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത ബൈക്കിൽ ഓടിക്കയറി പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. CCTVകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഒരാൾ പിടിയിലായത്. പിടിച്ചുപറി, മോഷണം, മയക്കുമരുന്ന് തുടങ്ങിയ നിരവധി കേസിലെ പ്രതികളാണ് പിടിയിലായ വിഷ്ണു എന്ന് പോലീസ് പറഞ്ഞു. അരുണെന്ന് വിളിക്കുന്ന ശ്യാമിനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. അയാൾ അയിലം മൈവള്ളിയില സ്വദേശിയാണ്. നേരത്തെ മോഷണ കേസും അടിപിടി കേസുമായി പല കേസുകളുള്ളതാണ്. അന്ന് വൈകുന്നേരം മകളുടെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വഴിയിൽ വരുന്ന വഴിയിൽ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഈ അമ്മയുടെ മാല പൊട്ടിച്ചത്. പൊട്ടിച്ച് ഏകദേശം 2 മണിക്കൂറിന് ശേഷം ആണ് അമ്മ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് അറിയിക്കുകയാണ് ചെയ്തത്. ആ സമയം മുതൽ ഞങ്ങൾ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചും CCTV വിഷ്വലുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി. കടയിൽ വന്ന ഒരാളുടെ ബൈക്ക് മോഷണം ചെയ്തെടുത്ത ആ ബൈക്ക് ഉപയോഗിച്ചാണ് ഈ സ്നാച്ചിങ് നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ സ്നാച്ചിങ്ങിന് ശേഷം ഇവർ രക്ഷപ്പെട്ടു പോകുന്ന വഴിയിൽ അവനവഞ്ചേരി ഭാഗത്ത് പോലീസിൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയിട്ട് ആ ബൈക്ക് വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. ആ ബൈക്ക് അവിടുന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കണ്ടെടുത്തിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ ഉൾപ്പെട്ട 2 പേരെയും ഞങ്ങൾ തിരിച്ചറിയുകയും ഇന്ന് ഉച്ചയോടുകൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെയുള്ള പ്രതിയെയും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ബാക്കി നടപടികൾ ചെയ്യുകയും ചെയ്യും. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കിളിമാനൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതികൾ മാല പൊട്ടിക്കാൻ എത്തിയത്. മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെടുത്തു. ബൈക്ക് മോഷണത്തിന് കിളിമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂട്ടുപ്രതിയെ ഉടൻ പിടികൂടാനാണ് പോലീസ് നീക്കം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.